السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء. واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിലുടനീളം പാലിക്കുവാൻ ശ്രദ്ധിക്കണം. തഖ്വ കൈവിടാതെ ജീവിക്കണം എന്നെല്ലാവരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മുടെ മുൻഗാമികളായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത്. ആ സ്വഹാബത്തിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഒരു സംഘം ആളുകളുടെ, അതല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ അച്ചടക്കവും ഈമാനും ഇഖ്ലാസും തഖ്വയുമെല്ലാം എത്രമാത്രമുണ്ട്, നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എത്ര വിദൂരയാണ് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിൽ ഒരിക്കൽ പറയുകയുണ്ടായി, 10 ആളുകൾ അവർ സ്വർഗത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിൽപ്പെട്ട പല ആളുകളെ കുറിച്ചും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്റെ ഭാര്യമാർ ബിലാൽ റളിയല്ലാഹു അൻഹു, ഹസൻ, ഹുസൈൻ, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ 10 പേരെ പ്രത്യേകമായി കൊണ്ട് പേരെടുത്ത് പറഞ്ഞ് ഒന്നിച്ച് അവരുടെ പേരുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 10 പേരെയാണ്. പ്രവാചകൻ പറഞ്ഞു, അബൂബക്കറിൻ ഫിൽ ജന്ന, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലാണ്, വ ഉമർ ഫിൽ ജന്ന, വ ഉസ്മാൻ ഫിൽ ജന്ന, വ അലി ഫിൽ ജന്ന.
وعبد الرحمن بن عوف في الجنة وطلحة في الجنة والزبير في الجنة وعبد الرحمن وسعيد بن أبي وقاص في الجنة وسعيد بن زيد في الجنة وأبو عبيدة بالجراح في الجنة. എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 ആളുകൾ പ്രത്യേകമായി കൊണ്ട് പേരെടുത്ത് ഒന്നിച്ച് പറഞ്ഞ് അവർ സ്വർഗത്തിലാണെന്ന സന്തോഷ വാർത്ത അവരെയും ഈ ഉമ്മത്തിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയുണ്ടായി. ഈ 10 ആളുകളുടെ ജീവിതം പരിശോധിച്ചാൽ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പഠിക്കാനും പകർത്താനും ചില കാര്യങ്ങളൊക്കെ നമ്മൾ തിരുത്താനും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് പ്രവാചകന്റെ ഹദീസ്. കാരണം ഈ പേര് പറയപ്പെട്ട 10 ആളുകളിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് മരണപ്പെടുന്നത്. ഈ ആളുകളൊക്കെ ഇസ്ലാമിൽ തന്നെയാണ് മരണപ്പെടുക എന്നും അവർ ഒരിക്കലും ഇസ്ലാമിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല, സ്വർഗപാതയിൽ നിന്ന് അകന്നു പോവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും പറയാൻ സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ചില കപടവിശ്വാസികൾ ഇസ്ലാമിൽ തെറിച്ചു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരുപാട് ആളുകൾ ചില പുതിയ വിശ്വാസികൾ മുർത്തദ്ദായി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലശേഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെയും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹുവിന്റെയും കാലശേഷം ഒരുപാട് ഫിത്നകൾ ഉണ്ടായി. അതിലെല്ലാം ഫിത്നകൾ അകപ്പെട്ട് ദീനിൽ നിന്ന് അകന്നുപോയ ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഈ 10 ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഹയിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ആ സ്വർഗപാതയിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ആ സ്വർഗത്തിന്റെ മാർഗത്തിൽ തന്നെ ഷഹീദാവുകയും അല്ലെങ്കിൽ കൊല്ലപ്പെടുകയും അതല്ലെങ്കിൽ സ്വാഭാവികമായ മരണം വരിക്കുകയും ചെയ്തവരാണ്. ഈ 10 ആളുകളിൽ ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ മാത്രമല്ല, പ്രവാചകൻ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള മുഴുവൻ പ്രവാചകന്മാരുടെ ഉമ്മത്തിലും അതിശ്രേഷ്ഠന്മാരായ, പല കാരണങ്ങൾ കൊണ്ടും ശ്രേഷ്ഠന്മാരായ പല ആളുകളുമുണ്ട്. അപ്പൊ നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഈ ഉമ്മത്തിൽ മാത്രം ശ്രേഷ്ഠനായ ഒന്നാമത്തെ വ്യക്തിയല്ല, നേരെ മറിച്ച് ലോകത്തേക്ക് വന്നിട്ടുള്ള ഏത് പ്രവാചകന്മാരുണ്ടോ ആ പ്രവാചകന്മാരുടെ എല്ലാവരുടെയും അനുയായികളിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർ മൊത്തം കഴിഞ്ഞാൽ ആദ്യത്തെ ഒന്നാമത്തെ മുഅ്മിൻ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം കാണാം, ഒരു പ്രവാചകന്റെ 2 പുത്രിമാരെ കല്യാണം കഴിച്ചത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ്. ലോകത്തൊരു പ്രവാചകന്റെ 2 പെൺമക്കളെ കല്യാണം കഴിച്ചൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ലോകത്ത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഉമ്മത്തിൽ മാത്രമല്ല, മൊത്തം ഉമ്മത്തിനെടുത്ത് പരിശോധിച്ചു നോക്കിയാലും ആ പ്രത്യേകതകളൊക്കെ ഈ 10 ആളുകളിൽ നമുക്ക് സംഗമിച്ചതായി കൊണ്ട് കാണാൻ കഴിയും. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം സിദ്ദീഖാണ് ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ളത്. ലോകത്ത് മുസ്ലിമീങ്ങൾക്കിടയിലും അദ്ദേഹം സിദ്ദീഖാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ, ഇസ്ലാമിന്റെ തുടക്കത്തിൽ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഞ്ചരിക്കാൻ ഭാഗ്യം ലഭിക്കുകയും വിശുദ്ധ ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന്റെ സാഹിബാണെന്നും അള്ളാഹുവിന്റെ പ്രത്യേകമായ മഅയ്യത്തുണ്ട് എന്നും അള്ളാഹു പ്രത്യേകമായി കൊണ്ട് പറഞ്ഞ ഒരു മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആൻ കാണാം, ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയും ഹിജ്റ പോകുമ്പോൾ ഒരു ഗുഹയിൽ അഭയം തേടിയല്ലോ. ശത്രുക്കളുടെ കണ്ണിൽ പെടുമോ എന്ന ഭയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കലശമായി കൊണ്ട് അലട്ടിയ സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്നു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. ഉലമാക്കൾ പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിന്റെ മഅയ്യത്ത് 3 തരത്തിലാണ്. ഒന്ന്, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവരുടെയും കൂടെയുണ്ടെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരുടെയും. 2 ആളുകൾ
തമ്മിൽ സംസാരിക്കുമ്പോൾ വല്ലാഹു സാലിസുഹുമ, മൂന്നാമനായിക്കൊണ്ട് അള്ളാഹു ഉണ്ടത്. മുസ്ലിമാണെങ്കിലും കാഫിറാണെങ്കിലും ആരാണെങ്കിലും ആ മഅയ്യത്ത് എല്ലാവർക്കും ഉള്ളതാണ്. അതേ സമയത്ത് വിശ്വാസികളായ ആളുകൾക്ക് പ്രത്യേകമായി ഇവിടെ കൂടെയുണ്ട്. ഇന്നല്ലാഹ മഅൽ മുത്തഖീൻ, മുത്തഖീങ്ങളായ ആളുകളുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്നത് മഅയ്യത്തുൻ ഖാസ എന്ന് ഉലമാക്കൾ പറയും, പണ്ഡിതന്മാർ പറഞ്ഞ അങ്ങനെ. അള്ളാഹു പ്രത്യേകമായ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് പ്രത്യേകമായ അള്ളാഹുവിന്റെ ഒരു സഹായം ഉണ്ടാകും. എന്നാൽ ലോകത്ത് നാലാളുകൾക്ക് മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി അവരുടെ പേര് സൂചിപ്പിച്ചുകൊണ്ടും അല്ലെങ്കിൽ പേര് പറയാതെ സന്ദർഭം പറഞ്ഞുകൊണ്ടും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊന്ന് മൂസാ നബിയും ഹാറൂൻ നബിയുമാണ്. നിങ്ങൾ രണ്ടുപേരും പോവുക, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. രണ്ടാമത്തെ സന്ദർഭം ഇത് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട, അള്ളാഹു നമ്മുടെ കൂടെയുണ്ട്. അതിലൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ലോകത്ത് പ്രവാചകന്മാരല്ലാത്തൊരു മനുഷ്യന്റെ കൂടെ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പേരെടുത്ത് പറയാതെ തന്നെ പ്രത്യേകമായ സന്ദർഭത്തിൽ പറഞ്ഞ ഒരേ ഒരു വ്യക്തി അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ്. മഹാനായ മൂസാ നബിയും ഹാറൂൻ നബിയും അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരൊക്കെ നബിമാരാണ്. ആ നബിമാർക്ക് പ്രത്യേകമായിക്കൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞതിന്റെ പുറമെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും വലിയ മഹത്വമാണ്. അള്ളാഹു പ്രത്യേകമായി മഅയ്യത്ത് കൊണ്ട് അനുഗ്രഹിച്ച, ഞാൻ താങ്കളുടെ കൂടെയുണ്ടെന്ന് അള്ളാഹു പറഞ്ഞ ഒരു വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ثاني اثنين إذهما في الغار എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അവർ രണ്ടുപേരും ഗുഹയിലായിരുന്നപ്പോൾ രണ്ടിൽ രണ്ടാമനായി. ഈ രണ്ടിൽ രണ്ടാമനെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനൊക്കെ പറിച്ചും ഉലമാക്കൾ പറഞ്ഞു, അത് ഗുഹയിൽ മാത്രമല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമന, റസൂലുള്ളാഹിന്റെ രണ്ടാമനായി ഗുഹയിൽ മാത്രമല്ല, ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമനാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽ രണ്ടാമനാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, ഈ പറയപ്പെട്ട സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ 6 ആളുകളും ഇസ്ലാം സ്വീകരിച്ചത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ദഅവത്തിലൂടെയാണ്. അപ്പൊ ദഅവത്തിലും സാനിയസ്നിയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗിയായ സന്ദർഭത്തിൽ പ്രവാചകന്റെ സ്ഥാനത്ത് നിർത്തിയത്, പ്രവാചകന്റെ രണ്ടാമനായി നിർത്തിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമായപ്പോൾ നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഖബറിലും ഖബറിന്റെ സമീപത്തും രണ്ടാമനായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഉഹുദിലും ബദറിലുമെല്ലാം പ്രവാചകന്റെ രണ്ടാമനായിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. എന്നിങ്ങനെ ആ ഗുഹയിൽ മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും മൊത്തത്തിൽ സാനിയസ്നീനിയാകാൻ ഭാഗ്യം ലഭിച്ച ഒരു സഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് സ്വർഗമുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയപ്പെട്ട 10 സഹാബിമാർക്കും സ്വർഗമുണ്ടെന്ന് അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രവാചകന്റെ തിരുനാവ് കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ അതിൽ അമിതമായി സന്തോഷിക്കുകയോ അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളിൽ നിന്ന് പുറകോട്ട് പോവുകയോ, ഏതായാലും സ്വർഗം ഉണ്ടാവില്ല, ഇനി ഇത്രക്ക് മതി എന്നൊരു സുഖജീവിതം നയിക്കുകയോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിലും ഇസ്ലാമിന് വേണ്ടിയുള്ള പ്രയത്നത്തിലും ഒരിക്കലും ഒരു തരിമ്പ് പോലും പിറകോട്ട് പോകാതെ ജീവിച്ചവരാണ്. ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാത്തവരാണ് ഈ സഹാബത്തൊക്കെയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം സഹാബത്തിനോട് ചോദിച്ചു, മൻ അസ്ബഹ മിൻകും സ്വാഇമൻ, നിങ്ങളിൽ ആരാണ് ഇന്ന് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ളത്? സുന്നത്ത് നോമ്പാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് ഞാനാണ് നബി, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. ഒമൻ തസദ്ദഖ മിൻകും, നിങ്ങളിൽ ആരാണ് ഇന്ന് സദഖ കൊടുത്ത് ദാനം കൊടുത്തിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇന്ന് ദാനം കൊടുത്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്. ഒമൻ ആദ മരീദൻ, നിങ്ങൾ ആരാണ് ഇന്ന് രോഗിയെ സന്ദർശിച്ചിട്ടുള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട്. ഒമൻ സല്ല ജനാസ, ഇന്നൊരു ജനാസയ്ക്ക് വേണ്ടി നമസ്കരിച്ചവൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനുണ്ട് നബിയെ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 4 സ്വഭാവ ഗുണവിശേഷങ്ങൾ ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരുമിച്ചാൽ വജബത് ലഹുൽ ജന്ന, അയാൾക്ക് സ്വർഗം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഈ 4 കാര്യങ്ങൾ ഒരു ദിവസമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുമിച്ച് വരാൻ ഉള്ള ഒരു പരിശ്രമം നിയ്യത്ത് നമുക്കുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ 4 കാര്യങ്ങൾ: ഒരാൾ സുന്നത്ത് നോമ്പനുഷ്ഠിക്കുക, സ്വതഖ ചെയ്യുക, രോഗിയെ സന്ദർശിക്കുക, ഒരു ജനാസയിൽ പങ്കെടുക്കുക, വിശ്വാസിയായ ഒരു മനുഷ്യന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുക. ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ അയാൾ അള്ളാഹുവിന്റെ സ്വർഗത്തിന് അവകാശിയായി തീരും എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രവാചകന്റെ മദ്രസയിലെ 1ാമത്തെ വിദ്യാർത്ഥിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വഭാവ ഗുണവിശേഷണങ്ങളും ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ടും അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും എങ്ങനെയൊക്കെ ഒരു മനുഷ്യന്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ സാധിക്കുമോ ആ രീതിയിലെല്ലാം ദീനിനെ സഹായിച്ചൊരു വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നേരത്തെ സൂചിപ്പിച്ചല്ലോ, അശറത്തുൽ മുബശ്ശിരീൻ ബിൽ ജന്ന, 10 ആളുകളിൽ 6 ആളുകളും ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖിനെ കൊണ്ടാണെന്ന് മാത്രമല്ല 20-ലധികം സഹാബിമാരെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച ഒരു മഹാനായ സഹാബി കൂടിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കുണ്ടായി. ഒരു വാക്ക് തർക്കം ചെറുതായിക്കൊണ്ട് മാനുഷികമായ ചില സംസാരങ്ങളിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് മാപ്പ് തരണം ഉമർ, എന്റെ അടുത്ത് നിന്ന് കുറച്ച് അവിവേകമുണ്ടായിപ്പോയി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തരികയില്ല. ഇത് കേട്ട സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വലിയ വിഷമമായി, സങ്കടമായി. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വന്നു. പ്രവാചകൻ സഹാബത്തിന് കൂടെയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖിന്റെ വരവ് അത്ര പന്തിയില്ലല്ലോ. അദ്ദേഹം കുറച്ച് സങ്കടവും ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പ്രവാചകന്റെ സദസ്സിലേക്ക് കയറി വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബൂബക്കർ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടന്ന കാര്യങ്ങൾ പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു എനിക്ക് പുറത്തു തരൂല എന്നാ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആര് പുറത്തു തന്നില്ലെങ്കിലും അള്ളാഹു താങ്കൾക്ക് പുറത്തു തരും യാ അബൂബക്കർ, അള്ളാഹു താങ്കൾക്ക് പുറത്തു തരും. കുറച്ചു കഴിഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് എത്തുന്നു. പ്രവാചകൻ വളരെ കോപത്തോടുകൂടി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നോക്കുകയും ശകാരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലേക്ക് എന്നെ അയച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ അയച്ചപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ കളവാക്കി. പക്ഷെ വസദ്ദഖ അബൂബക്കർ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും എന്നെ കളവാക്കിയിട്ടില്ല. ഇസ്ലാം കേട്ട മാത്രം തന്നെ സ്വീകരിച്ച വ്യക്തിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വവാസാനി ബിനഫ്സിഹി വമാലിഹി, അദ്ദേഹത്തിന്റെ ശരീരം കൊണ്ടും അദ്ദേഹത്തിന്റെ സമ്പത്ത് കൊണ്ടും അദ്ദേഹം എന്റെ കൂടെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കി വിടണം. ഒരിക്കലും ഇനി മേലാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോവിക്കുന്ന ഒരു വാക്കോ സംസാരം നിങ്ങളുടെ ആളുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പാടില്ല. ഈ ഹദീസ് ധരിക്കുന്ന സഹാബി പറയാണ്, സഹാബത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ പോലും പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് നോവുണ്ടാക്കുന്ന ഒരു സംസാരമോ വാക്കോ ഒരു നോട്ടമോ പോലും സഹാബത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ അത്രമേൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച സഹാബിയായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ഹദീസിൽ കാണാം, മാ നഫഅനി മാലു അഹദിൻ ഖത്തു മാ നഫഅനി മാലു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ടായ, അഥവാ ദീനിന് ഉപകാരമുണ്ടായ അത്ര ലോകത്തൊരു മനുഷ്യന്റെ സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ ദീനിന് ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിനെ കുറിച്ച് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. തന്റെ സമ്പത്ത് മുഴുവനും, അതാണ് പ്രവാചകൻ ആരാണ് സ്വതക്ക കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോ എല്ലാ സമ്പത്തും അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുന്ന മുഴുവൻ സമ്പത്തുകളും കൊണ്ടുവന്ന്, എന്താണ് മാ തറക്ത യാ അബൂബക്കർ, അബൂബക്കർ നീ എന്താണ് അവശേഷിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോ
അല്ലാഹു റസൂലു, അള്ളയും പടച്ചറബും അള്ളാഹുന്റെ ദൂതനും മാത്രമേ എനിക്കൊരു ബാക്കിയുള്ളൂ. എന്റെ എല്ലാ സമ്പത്തും ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് സദഖ കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാനാ സഹാബിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാ പ്രവാചകൻ പറയും, മാ നഫഅനി മാലു അഹദിൻ ഖത്തു ഇല്ലാ മാ നഫഅനി മാലു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത്രയും ഇസ്ലാമിന് വേണ്ടി സേവനങ്ങൾ ചെയ്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. ലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ലത്തഖത്തു അബൂബക്കർ ഖലീല. ഒരു മനുഷ്യനിൽ ഒരു ഖലീലായി, എനിക്ക് ഏറ്റവും അടുത്ത ഖലീലായ ഒരു മനുഷ്യനെ സ്വീകരിക്കാൻ എനിക്ക് അവകാശമുണ്ടായിരുന്നുവെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഞാൻ അങ്ങനെ സ്വീകരിക്കുമായിരുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം അങ്ങനെ സ്വീകരിക്കാൻ പറ്റൂല. ഒരു ഖലീൽ എന്ന പദവിയിലേക്ക് ഒരു മനുഷ്യന്, ഒരു പ്രവാചകന് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അള്ളാഹുവിന്റെ ഖലീലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് 2 ഖലീലുകളേ ഉള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. ആ അള്ളാഹിന്റെ ഖലീലുകൾക്ക് പിന്നൊരു ഖലീൽ ഉണ്ടാകാൻ പറ്റൂല. പക്ഷെ പ്രവാചകന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും റസൂലുള്ളാഹിന്റെ സാഹിബുമാണ് അള്ളാഹു പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത്. അദ്ദേഹത്തിന് സിദ്ദീഖ് എന്ന പേരിൽ പ്രവാചകൻ കൊടുത്തതാണ്. നമുക്കറിയാം, നമുക്കതിൽ വലിയ ഗുണപാഠങ്ങളുണ്ട്. ഇന്നിപ്പോ റസൂലുള്ളാഹിന്റെ ഹദീസ് കേട്ടാൽ, പ്രവാചകന്റെ ദീന് കേട്ടാൽ അതൊക്കെ തട്ടി പരിഹസിക്കുന്ന ആളുകളെയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയുന്നത്. അത് സംസം വെള്ളമാണെങ്കിലും സംസം വെള്ളത്തിന്റെ പോരിശ മുസ്ലിം ലോകത്ത് അംഗീകരിക്കാത്ത മനുഷ്യന്മാരുണ്ടോ? അബൂജഹൽ പോലും അംഗീകരിച്ചതല്ലേ സംസമിന്റെ മഹത്വം. പക്ഷെ ഇന്ന് ചില ആളുകൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സംസം എന്ന് പറഞ്ഞാൽ അതൊക്കെ ടെസ്റ്റ് ചെയ്ത്, അതൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് അതിന്റെ ഹദീസ് എടുക്കാൻ പറ്റുള്ളൂ. ആ സംസം അത് കുടിച്ച രോഗത്തിന് ശമനമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. തേന് അള്ളാഹ് ശിഫിയാണെന്ന് ഖുർആൻ പറഞ്ഞാൽ അതൊക്കെ ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ റസൂലുള്ളാഹിന്റെ സഹാബത്ത് നിന്നിട്ടുണ്ടോ? മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന് പോയി എന്ന്, ഇസ്രാ മിഅ്റാജും ഉണ്ടായി വന്ന രാത്രി പ്രവാചകൻ തന്റെ അനുയായികളോട് അത് പറഞ്ഞപ്പോൾ എല്ലാവരും കളവാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അതിനേക്കാൾ വലിയതൊക്കെ വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ പ്രവാചകൻ മിഅ്റാജിന് പോയി എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. അതുകൊണ്ടാണ് സിദ്ദീഖിന്റെ നേതാവാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ചോത്ത് വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ആയത്തുകൾ തന്നെ അവതരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ലൈൽ അല്ലാഹ് പറയാൻ വസയുജന്നബുൽ അത്ഖാ, നരകത്തെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹ് പറയാൻ വസയുജന്നബുൽ അത്ഖല്ലദീ യുതി മാലഹു യതസക്കാ. ആ നരകത്തിൽ നിന്ന് ഏറ്റവും അത്തഖയായ മനുഷ്യൻ, അയാൾ നരകത്തിൽ നിന്ന് ദൂരെയായിരിക്കും. ഈ അത്തഖ കൊണ്ട് ഉദ്ദേശം തഖ്വയുള്ളാണെന്നല്ല. അൽ അത്ഖാ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് ഡിഗ്രി. നമുക്കറിയാം, ഏറ്റവും തഖ്വയുള്ളവൻ. ഇനി അപ്പുറത്തേക്ക് വേറെ തഖ്വയല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ പരാമർശമാണ് വസയുജന്നബുൽ അത്ഖാ. അത്ഖയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖിനെ ചീത്ത പറയുന്ന ഷിയാക്കളുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നരകത്തിലാണെന്ന് പറയുന്ന ഷിയാക്കളുണ്ട്. ആ ഷിയാക്കളെ സപ്പോർട്ട് ചെയ്യുന്ന മലയാളികളുണ്ട് കേരളത്തിൽ. നിങ്ങൾ ആലോചിക്കും, അള്ളാന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമ്മളെ പോലെ വൈഫീങ്ങൾ അല്ലെങ്കിൽ ഈമാൻ കുറഞ്ഞ ഒരു സർട്ടിഫിക്കറ്റ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവശ്യം തന്നെയില്ല. അള്ളാന്റെ സർട്ടിഫിക്കറ്റ് അള്ളാഹുവിന്റെ ദീനിന്റെ തസ്കിയത്തിന് വേണ്ടി മാത്രം തന്റെ സമ്പത്ത് ചെലവഴിച്ചവനാണ് അദ്ദേഹം. ആളുകളെ പ്രശംസയും ആളുകളെ തൃപ്തിയും കിട്ടാനല്ല, ജീവിതത്തിൽ തസ്കിയത്ത് കിട്ടാൻ വേണ്ടി. അദ്ദേഹം ആർക്കൊക്കെ എന്തൊക്കെ നിഅമത്തുകൾ കൊടുത്തിട്ടുണ്ടോ, ആർക്കൊക്കെ ഔദാര്യം അദ്ദേഹം നൽകിയിട്ടുണ്ടോ, അതൊന്നും തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കൊടുത്തതല്ല. ആർക്കും തിരിച്ചു കിട്ടി അല്ലെങ്കിൽ തിരിച്ചു ലഭിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അദ്ദേഹം ഒരു ഔദാര്യവും ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം, അത്യുന്നതനായ പടച്ച റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹം ഭാവിയിൽ തൃപ്തിപ്പെടുക തന്നെ ചെയ്യും. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണെന്ന് മുഫസ്സിരിങ്ങൾക്ക് ഇജ്മാ ഉള്ള കാര്യമാണ്. ഒരിക്കലും ഒരു മുഫസ്സിറും തർക്കമില്ലാത്ത വിഷയം പറഞ്ഞ കാര്യമാണ്. ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇറങ്ങിയതാണ്. ഏറ്റവും തഖ്വയുള്ള മനുഷ്യൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സഹോദരന്മാരെ, നമുക്കൊരുപാട് വലിയ പാഠങ്ങളുണ്ട്
അബൂബക്കർ സിദ്ദീഖ് ഈ ഉമ്മത്തിൽ ഒന്നാമനാണ്. ആ ഒന്നാമൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞ പ്രവാചകന്റെ അനുചരന്മാരിൽ റസൂലുള്ള പഠിപ്പിച്ച സഹാബത്തിൽ മദ്രസയിലെ ഒന്നാമത്തെ കുട്ടിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ ദീന് പൂർണ്ണമായും പിൻപറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ കണിശത കാണിച്ച സഹാബിയാണ് എന്ന് മാത്രമല്ല, ദീന് പ്രതിസന്ധിയിലാകുന്ന ഘട്ടങ്ങളിൽ, മുസ്ലിമീങ്ങൾക്കൊരു പ്രയാസം വരുന്ന ഘട്ടങ്ങളിൽ വളരെ പക്വതയോടുകൂടിയും അതുപോലെ തന്നെ വളരെ ബുദ്ധിപരമായും ഒരിക്കലും ഭയചകിതനാകാതെ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം നമുക്കറിയാം, സഹാബത്തിൽപ്പെട്ട പലരും പ്രയാസത്തിലും അന്ധവിട്ട് നിൽക്കാൻ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം, ധീരനായ ഉമർ പോലും പേടിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ അവന്റെ കഴുത്തെടുക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൗറാത്ത് വാങ്ങാൻ പോലെ പോയതാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ആ പ്രവാചകന്റെ മരണദുഃഖം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന് ശേഷം പ്രവാചകന്റെ കൂടെ വേർപിരിയാതെ നടന്ന രണ്ടാളുകളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അനവ അബൂബക്കർ ഉമർ, അനവ അബൂബക്കർ ഉമർ എത്രയോ നൂറുകണക്കിന് ഹദീസുകൾ കാണാൻ കഴിയും. ഞാനും അബൂബക്കറും ഉമറും എന്ന് പ്രവാചകന്റെ കൂടെ വേർപിരിയാതെ നടത്തുന്ന ആ സഹാബിമാരിൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലും മാനസികമായി ചില പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവിടെ പിടിച്ചു നിന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മുസ്ലിമീങ്ങളിൽ പലരും പല രൂപത്തിൽ അതിനെ വ്യാഖ്യാനിച്ചപ്പോ അദ്ദേഹം സ്ഥലത്തില്ലായിരുന്നു. പ്രവാചകന്റെ തിരുനെറ്റിയിൽ ചുംബനമർപ്പിച്ച് റസൂൽ മിമ്പറിലേക്ക് കയറി നിന്ന്, ഇത് ആരെങ്കിലും മൻകാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്, ആരെങ്കിലും മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരാധിച്ചതെങ്കിൽ അദ്ദേഹം ഇതാ മരണപ്പെട്ടിരിക്കുന്നു. വമൻകാന യഅബ്ദുല്ലാഹ് ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്, ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിച്ചതെങ്കിൽ ഇത് അള്ളാഹ് മരിക്കാതെ ജീവിച്ചിരിക്കുന്നവനാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുമോ മരിക്കില്ലേ എന്ന ആയത്ത് വിഷയത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചു എന്ന കിംവദന്തി ഉഹുദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മുശ്രിക്കീകൾ പരത്തിയപ്പോൾ അവിടെ ഇറങ്ങിയ ആയത്തിൽ വമാ മുഹമ്മദുൻ ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ അഫഇൻ മാത വഖുതില ഖലബ്തും അലാ അഖാബിക്കും എന്ന് തുടങ്ങിയ ആയത്ത് റസൂലുള്ളാഹിന്റെ മിമ്പറിൽ വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതിയപ്പോഴാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധം വന്നത്. നിങ്ങൾ ആലോചിച്ചു, ഉമർ ആരാണ്? എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അത് ഉമറാകുമായിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ച അത്രയും ധീരശാലിയും ധൈര്യശാലിയും ബുദ്ധിമാനുമാണ് ഉമർ. പക്ഷെ ഉമർ പോലും പതറിപ്പോയ സന്ദർഭത്തിൽ പിടിച്ചു നിന്ന അത്രയും മനോധൈര്യമുള്ള, അത്രയും ഈമാനിന്റെ നിറകുടമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തഖ എന്ന് പഠിപ്പിച്ച നമ്മുടെ നേതാവാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുള്ള സ്നേഹം സഹോദരന്മാരെ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിനെ സ്നേഹിക്കാത്തവൻ, സിദ്ദീഖ് റളിയല്ലാഹുവിനെ ആക്ഷേപിക്കുന്നവൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ആക്ഷേപിക്കുന്നവൻ, അവനൊന്നും ഇസ്ലാമിൽ യാതൊരു സ്ഥാനമില്ല. അതേപോലെ തന്നെ പ്രവാചകന്റെ മരണത്തിന് ശേഷം അദ്ദേഹം ഖലീഫയായ സന്ദർഭത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി. ഒരുപാട് ആളുകൾ ഇസ്ലാം എന്ന് പുറത്തുപോയി മുർത്തദ്ദുകളായി മാറി. സഹാബത്തിന് തർക്കം വന്നു. പിന്നെ അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്ത ചില ആളുകൾ, അവരോട് യുദ്ധം ചെയ്യണോ? മുർത്തത്തായി പോയ ആളുകൾ യുദ്ധം ചെയ്യുന്ന തർക്കമല്ല, പക്ഷെ സക്കാത്ത് കൊടുക്കാത്ത ആളുകളോട് യുദ്ധം ചെയ്യണം. കാരണം സക്കാത്ത് എന്നാൽ അത് റസൂലുള്ളാഹിക്കുള്ള ടാക്സ് ആയിരുന്നു. അതുകൊണ്ട് റസൂലുള്ളാഹി സംഭരിച്ചപ്പോ ഇനി ഞങ്ങൾ സക്കാത്ത് കൊടുക്കൂല എന്ന് ചില ആളുകൾ പറഞ്ഞു. ആ സക്കാത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അവരോട് യുദ്ധം ചെയ്യണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരെങ്കിൽ യുദ്ധം ചെയ്യാൻ പറ്റുമോ? പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹദീസ് പറഞ്ഞു കൊടുത്തു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അദ്ദേഹം അതിൽ ശമനം കൊണ്ടു. അദ്ദേഹം ആ മുർത്തദ്ദുകളുമായി യുദ്ധം നടത്തി. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കാത്തവരുമായി യുദ്ധം നടത്തി. വലിയ പ്രതിസന്ധിയാണ് അദ്ദേഹത്തിന്റെ ഖിലാഫത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഒരിക്കലും ഖിലാഫത്ത് പ്രതീക്ഷിക്കാതെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് അദ്ദേഹം ബൈഅത്ത് ചെയ്തു. ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫയായി അദ്ദേഹം നിയമിതനായി. ഇങ്ങനെ ഇസ്ലാമിന് വേണ്ടി ഒരുപാട് സേവനങ്ങൾ ചെയ്ത സഹാബിമാരാണ് ഈ അശറത്തുൽ മുബശ്ശിരീൻ. അതിൽ ഒന്നാമനാണ് പ്രവാചകൻ പഠിപ്പിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇസ്ലാമിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കാനും, തന്റെ മരണാനന്തര ശേഷം സ്വർഗമുണ്ടെന്ന് ജീവിതത്തിൽ അറിഞ്ഞ് സന്തോഷ വാർത്ത കിട്ടിയിട്ട് പോലും ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ,
ഒരു നന്മയിൽ നിന്ന് പോലും പിറകോട്ട് പോകാതെ ജീവിച്ച ആ സഹോദരന്മാരെ സ്വർഗമുണ്ടെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ നന്മയിലേക്ക് ഒരിക്കലും മുന്നേറാൻ നമുക്ക് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പലപ്പോഴും തിന്മയിലേക്ക് പോകുന്ന ആ സ്പീഡ് പോലും നന്മയിലേക്ക് നമുക്കുണ്ടോ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. തിന്മ ചെയ്യാണ് നമ്മുടെ മനസ്സും താല്പര്യവും അതുപോലെ തന്നെ അതിലേക്കുള്ള ആവേശവും പലപ്പോഴും നന്മയിലേക്ക് നമുക്ക് കാണുന്നില്ല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരിച്ച സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ജനാസ മറമാടപ്പെട്ടിട്ടുള്ളത് നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ചാരത്താണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും ജനാസ അവിടെ തന്നെയാണ്. പ്രവാചകനുമായി കൊണ്ട് ജീവിതത്തിൽ ഒരുമിച്ച ആളുകൾ മരണത്തിലും ഒരുമിച്ചു എന്നുള്ളതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിന് അർഹനായിട്ടുള്ള സഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. കാരണം നമുക്കറിയാം, ഇസ്ലാം പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് അദ്ദേഹം ഒന്നാമതായി ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഏറ്റവും കൂടുതൽ ആളുകൾ പ്രബോധനത്തിലൂടെ ഏറ്റവും പ്രമുഖന്മാരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അടക്കമുള്ള, അതുപോലെ തന്നെ സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്യപ്പെട്ട 6 സഹാബിമാർ, അവർക്ക് ഇസ്ലാമിന് ചെയ്ത സേവനങ്ങൾ എത്രയാണ്. പ്രവാചകർ ഒരാൾ ഒരു നന്മ അറിയിച്ചു കൊടുത്താൽ, ഒരു നന്മക്ക് കാരണക്കാരനായാൽ, ആ നന്മ ചെയ്യുന്ന മനുഷ്യന്റെ മുഴുവൻ പ്രതിഫലവും ഒന്നും പോലും കുറയാതെ ആ നന്മ അറിയിച്ചു കൊടുത്ത മനുഷ്യനും കൂടി ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മത്തിൽ റസൂലുള്ളാഹിയാണ് ഏറ്റവും കൂടുതൽ നന്മ കിട്ടുന്ന ആള്. അത് കഴിഞ്ഞാൽ ഈ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലത്തിനും അർഹരായവൻ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു, ആകാശ ലോകത്തിൽ നിന്നൊരു മീസാൻ ഇറക്കപ്പെടുകയും ഒരു തുലാസ് ഇറക്കപ്പെടുകയും അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാൻ ഒരു ഭാഗത്തും നിങ്ങളുടെ എല്ലാവരുടെയും ഈമാൻ മറ്റൊരു ഭാഗത്തും വെച്ചാൽ നമ്മുടെ ഈമാനല്ല, റസൂലുള്ളാഹിന്റെ സഹാബത്തിന്റെ ഈമാൻ. മാല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ തുലാസ് കനന്തൂമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിക്കുക, ഇത്രയും ഈമാനിന്റെ നിറകുടമായിരുന്നു നമ്മുടെ നേതാക്കന്മാരായ സഹാബത്ത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കും. ആ സഹാബിമാരോട് ഹുബ്ബുണ്ടാകുക, സ്നേഹമുണ്ടാകുക, അത് നമുക്കും നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നമ്മൾ മനസ്സിലാക്കണം. ആ സഹാബത്തിനെ ചീത്ത പറയും നമ്മൾ കേട്ടാൽ ഓന്റെ പ്രസംഗം കേൾക്കാൻ പോകല്ലേ വേണ്ടത്. ഓനെ മനസ്സുകൊണ്ട് ശപിക്കുക. റസൂലുള്ളാഹിന്റെ സഹാബത്തിന് ഇത്രമായ മേൽ അള്ളയും അള്ളാന്റെ റസൂലും സ്നേഹിച്ച ഒരു കൂട്ടം ആളുകളെ ഒരു മനുഷ്യൻ വെറുക്കുന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ വെറുക്കലും ഈമാന്റെ ഭാഗമാണ്. ഇന്ന് പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ അതല്ല കാണുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടക്കം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം തോന്നിവാസം പറയുന്ന ആളുകളെ അത് സപ്പോർട്ട് കൊടുക്കുകയും അതിന് കമന്റ് അടിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് മുസ്ലിം ചെറുപ്പക്കാരിൽ വർദ്ധിച്ചു വരാൻ. സഹോദരന്മാരെ, നമ്മൾ പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങളിൽ ഒരുത്തൻ ഉഹുദ് മലയോളം സ്വർണം അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഒരു മുദ്ദ് വലാ നസീഫ്, ഒരു മുദ്ദ് എന്ന് പറഞ്ഞ ഒരു പിടി, വലാ നസീഫ് എന്ന് പറഞ്ഞാൽ ഇത്ര ഒരു കയ്യ് റസൂലുള്ളാഹിന്റെ സഹാബത്ത് ഒരു കയ്യ് വാരി കൊടുത്താൽ അത് നമ്മൾ ഉഹുദ് മലയോളം ചെലവഴിച്ചാലും ആ ഒരു കയ്യ് കൊടുത്തതിന്റെ അത്ര കൂലി നിങ്ങൾക്ക് കിട്ടൂല എന്നാണ്, അവിടേക്ക് എത്താൻ ഈമാങ്ങൾക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് സഹാബത്തിന്റെ ഈമാൻ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. സഹാബത്തിന്റെ ഉള്ള അതുപോലെ തന്നെ അവരുടെ മഹബത്ത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബബന്ധം കൂടി അബൂബക്കർ സിദ്ദീഖിനുണ്ട്. അദ്ദേഹത്തിന്റെ മകളായ ആയിഷ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി കല്യാണം കഴിച്ചത്. നമുക്കറിയാലോ, ഒരിക്കൽ സഹാബി വന്നിട്ട് നബിയോട് ചോദിച്ചു, മൻ അഹബ്ബുൻ നാസി ഇലൈക യാ റസൂലല്ലാഹ്,
അള്ളാഹുവിന്റെ റസൂലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യൻ ആരാണ്? റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ. എനിക്ക് ആയിഷ റളിയല്ലാഹു അൻഹ ഏറ്റവും ഇഷ്ടമുള്ളത്. എന്റെ അർത്ഥം മറ്റു ഭാര്യമാർ ഇഷ്ടമല്ല എന്നല്ല. സ്വാഭാവികമായി കൊണ്ടും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമും തന്റെ ഇടവും ബുദ്ധിയും അതുപോലെ തന്നെ റസൂലുള്ളാഹിയുള്ള സ്വഹബത്തും ഒക്കെയാണ് അതിന്റെ കാരണം. മറ്റു ഭാര്യമാർക്കെല്ലാം കുഞ്ഞുങ്ങളും അവരുടേതായ ചില ഒരുപാട് ചുറ്റുപാടുകൾ ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹു കുട്ടിനെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് കൂടുതൽ ഖിദ്മത്ത് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ആ ഒരു മഹബ്ബത്താണ്. സുമ്മമൻ, ആയിഷ റളിയല്ലാഹു അൻഹ കഴിഞ്ഞാൽ പിന്നെ ആരാണ് നബിയെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ, അവരുടെ ബാപ്പയാണ് എന്ന് പറഞ്ഞാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പ്രവാചകൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഈമാനിന്റെ ഭാഗമാണ് നമ്മുടെ. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റസൂൽ ഒരിക്കലും ഒരാളെ ഇഷ്ടപ്പെടുന്ന വെറുതെ ആവില്ലല്ലോ. അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ സഹാബത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനും മനസ്സിലാക്കാനും പകർത്താനുമുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് ചേരാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. പിന്നെ നമ്മുടെ പള്ളിയുടെ കളക്ഷൻ എടുക്കുന്ന ദിവസമാണ്. എല്ലാ ആളുകളും പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും സ്ത്രീകളും കൂടി ആ കാര്യം ശ്രദ്ധിക്കണം. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ആ കാര്യത്തിൽ വലിയ അലംഭാവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതോ പിന്നെ അള്ളാഹുവിന്റെ ദീന്റെ മാർഗത്തിൽ പുരുഷന്മാർ കൊടുത്താൽ പുരുഷന്മാർ കിട്ടും, സ്ത്രീകൾ കൊടുത്താൽ സ്ത്രീകൾ കിട്ടും. ആയിഷ റളിയല്ലാഹു അൻഹ, ഞാൻ നേരത്തെ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പലപ്പോഴും അവിടെ സമ്പത്തിൽ നിന്ന് പ്രവാചകൻ അറിയാതെ തന്നെ ഒരുപാട് ചെലവഴിച്ചിരുന്നു എന്ന് ഹദീസിൽ കാണാൻ കഴിയും. പിന്നീട് ചെലവഴിച്ചതിൽ എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുമ്പോൾ പ്രവാചകനോട് ചോദിക്കുമ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുക പോലും ചെയ്തിരുന്നത്. റസൂലുള്ളാഹിന്റെ കൂടെ കിടക്കുന്ന ആയിഷ ബീവി പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാതെ സമ്പത്ത് ചെലവഴിച്ചിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. സ്ത്രീകൾ കൂടി അക്കാര്യത്തിൽ കൂടി താല്പര്യമെടുക്കണം. പ്രത്യേകിച്ച് പള്ളിയുടെ വിഷയം എന്ന് പ്രത്യേകമായി കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു നമ്മെല്ലാം നന്മകളും സ്വീകരിക്കുമാറാവട്ടെ. നമ്മിൽ നിറഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ മരണപ്പെട്ടു പോയ നല്ലവരെ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, അല്ലാഹു അവർക്കെല്ലാം ജന്നാത്തുൽ ഫിർദൗസ് അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെ നമ്മെ നാളെ അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ഇന്ത്യയിലും അതുപോലെ തന്നെ ഫലസ്തീനും ഒക്കെയുള്ള നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പിഞ്ചുമക്കൾ, അല്ലാഹു അവർക്കെല്ലാം ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم